എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചറ സ്വദേശിയാണ്. ദേശീയ കായികതരം. തമിഴ്നാട്ടിൽ വേജമദ്യ ദുരന്തം, 54 മരണം, 135 പേർ മധുര ആശുപത്രിയിലാണ്, ചികിത്സയിലാണെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. എൻ്റെ വാർത്ത നടക്കും. ഇന്ന് തമിഴ്നാട്ടിൽ BJP ധർണ നടത്തുന്നു. കളക്ടർ ഓഫീസിലേക്ക് ധർണ നടത്തുന്നുണ്ടെന്ന് പറയും. എല്ലാ കളക്ടർ ഓഫീസിലും ധർണ നടത്തുന്നുണ്ടെന്ന് തന്നെ പറയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മരിച്ചവർക്ക് തമിഴ്നാട് സർക്കാർ 10 ലക്ഷവും പരിക്കേറ്റവർക്ക് 50,000 രൂപയാണെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ നൽകുന്നത്. ഏറ്റവും ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം. ഈ മദ്യ ദുരന്തം ആദ്യത്തെ ദിവസം 29 പേര് മരിച്ച്, അതിനുശേഷം തന്നെ 44 പേര് മരിച്ചു. അതിനുശേഷമാണ് ഇന്നലെ 49 ആയിരുന്നു. അതിനുശേഷം 21-ാം തീയതി 49, പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ 52 മരണമായിരുന്നു. മദ്യം കഴിച്ചു. അത് കവർ മദ്യമാണ് കഴിച്ച് മരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വേജ മദ്യമാണ് ഇത് ഉണ്ടാക്കുന്നതാണ്. ഇതിൽ 8 പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. സ്റ്റേഷൻ്റെ അടുത്തുള്ള 100 മീറ്റർ അകലെയാണ് ഇത് മദ്യം വിൽക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. മധുരയിൽ തന്നെയാണ് ഈ രോഗികൾ കിടക്കുന്നത്. ഈ മദ്യം വിൽക്കുന്ന സ്റ്റേഷൻ്റെ അടുത്തുള്ള 100 മീറ്റർ അകലെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതിൽ മെയിൻ പുള്ളിക്ക് 100ഓളം കേസ് ഉണ്ടെന്ന് പറയാം, മദ്യ കേസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ 8 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് കോടതി, മദ്രാസ് കോടതി കർശന നടപടി വേണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയും കർശന നടപടി എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോഴും വേജമദ്യം ഒഴുകുന്നതായും പറയുന്നു. കവറിലെ വേജമദ്യമാണ് ഒഴുകുന്നത് എന്ന് പറയാം. തമിഴ്നാട്ടിൽ ഇപ്പോഴും പല വീട്ടിലും ഗ്രാമങ്ങളിൽ വിളി കേൾക്കുന്നുണ്ട്. സാധാരണപ്പെട്ടവരാണ് ഈ മദ്യം കഴിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ആംബുലൻസുകൾ വരിയായിട്ടാണ് ബോഡിയും കൊണ്ട് വീട്ടിൻ്റെ അടുത്തിരിക്കുന്ന ഗ്രാമങ്ങളിലാണ് ഇത് മദ്യം കഴിച്ചുള്ളൂ നമുക്ക് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. കഴിച്ച് ഇപ്പോൾ ആംബുലൻസുകളും ബോഡിയായിട്ട് വീട്ടിന് നടയിൽ നിൽക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവർക്ക് മരിച്ചവർക്ക് 10 ലക്ഷം രൂപ അവിടെ തമിഴ്നാട് സർക്കാർ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് കഴിക്കുന്നവരെ രംഗം എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ണ് കാഴ്ച കുറയും, പിന്നെ വയറുവേദന, വയറ്റിളക്കം. ഇതാണ് ഇതിന്റെ പ്രധാന ഘടന. ഈ മദ്യം, കവറിലെ മദ്യം കഴിക്കും. ഇത് കുറഞ്ഞ മദ്യം ഒന്നാണ് പറഞ്ഞത്. വ്യാജമാറ്റം ഉണ്ടാക്കി വിൽക്കണമെന്നാണ് നമുക്കിപ്പോൾ അറിവ് കിട്ടിയതെന്ന് പറയാൻ സാധിക്കുന്നു. തമിഴ്നാട്ടിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഓരോ വീട്ടിലും ബോഡി കൊണ്ടുവരും നല്ല വിളിയാണ് കേൾക്കുന്നത്. 4 പെണ്ണുങ്ങളും മദ്യം കഴിച്ച് മരിച്ചിട്ടുണ്ടെന്ന് തന്നെ തമിഴ്നാട്ടിൽ നമുക്ക് മനസ്സിലാക്കാം. മരണസംഖ്യ 54 കഴിഞ്ഞിരിക്കുന്നു. 25 പേരുടെ ICയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 25 ഒരു ഗുരുതരമായ പരിക്കാണെന്ന് പറയാം. അത് മാത്രമല്ല, ഏത് നിമിഷവും മരണം, ഈ 25 ഒരു ഇനി മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ 54 പേരാണ് തമിഴ്നാട്ടിൽ ഈ സമയം വരെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. 25 ഒരു ICയിലും അല്ലാത്തതിലുമാണ് കിടക്കുന്നത്. അവരാ നില ഗുരുതരമാറ്റി തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ തുടരണമെന്ന് പറയും. BJP സർക്കാർ ഇന്ന് കളക്ടറേറ്റിൽ സമരം നടത്തുന്നുണ്ടെന്ന് തന്നെ പറയാം. തിങ്കളാഴ്ച വീണ്ടും സമരം ഉണ്ടെന്ന് തന്നെ പറയുന്നു. മറ്റു പാർട്ടികളും സമരം നടത്തുമെന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാം, ഇത്രയുമാണ് ഇവിടെ നിന്നുള്ള സംഭവം. ബോഡികൾ വീട്ടിൽ കൊണ്ടുവന്ന് അതിനുശേഷം ആണ് വിളികളൊക്കെ മക്കൾ വിളിക്കുന്നു, നാട്ടുകാർ വിളിക്കുന്നു, അതുപോലെ ബന്ധുക്കൾ വിളിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. തമിഴ്നാട് സർക്കാർ കർശന നടപടി മുഖ്യമന്ത്രി അവിടെ എടുത്തു കഴിഞ്ഞു. ഇവരെ വലിയ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. 8 പേരെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. മെയിൻ പുള്ളി 100ഓളം മദ്യ കേസിലെ പ്രതിയാണെന്നാണ് നമുക്ക് പറയാം. സ്റ്റേഷൻ്റെ അടുത്ത് 100 മീറ്റർ അകലെയാണ് ഇങ്ങനെ വീടൊന്നും നമുക്ക് മനസ്സിലാക്കാം. ഇത്രയുമാണ് ഇവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പറയാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേയൻ.